എല്ലാവർക്കും മനോജ് ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന ബ്രസീൽ ഹെയ്ത്തി മത്സരത്തിൽ ഹെയ്ത്തിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ബ്രസീൽ പരാജയപ്പെടുത്തി. കാനറികളുടെ ഒരു തിരിച്ചുവരവായിട്ട് നമുക്കിതിനെ കാണാം. എന്നാലും മത്സരത്തിൽ ബ്രസീലിന് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, അതുപോലെ പോസിറ്റീവ് സൈഡും ഉണ്ടായിരുന്നു. കൃത്യമായ വിശകലനത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അത് തന്നെ പറയട്ടെ, ആദ്യ പകുതിയിൽ ബ്രസീൽ ഏറ്റവും നന്നായിട്ട് തന്നെ ആക്രമണ ഫുട്ബോൾ കാഴ്ചവെച്ചു. എന്നാൽ പഴയകാല ബ്രസീലിൻ്റെ ആക്രമണങ്ങളോ പാസുകളോ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഏത് ബ്രസീൽ ആരാധകർക്കും നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഗോൾ സ്കോർ ചെയ്തത് മാത്യൂസ് കുനിയയാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോം അദ്ദേഹം ഇവിടെയും തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ ബെഞ്ചിലിരുത്തിയതാണ് മാത്യു കുനിയെ. എന്നാൽ തനിക്ക് കിട്ടിയ അവസരം കൃത്യമായിട്ട് ഒരു ഇരട്ട ഗോളോടെ മുതലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതും ഈ കളിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറയാൻ പറ്റും. പിന്നെ ഒരു ഗോൾ നേടിയത് നമ്മുടെ റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ജൂനിയറാണ്. വിനീഷ്യസ് ഈ കളിയിലും വളരെ മനോഹരമായിട്ട് വ്യക്തിഗത മികവുകളിലൂടെ ഡ്രിബിളിങ്ങൊക്കെ വളരെ നന്നായിട്ട് നടത്തി അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നതിൽ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ തട്ടിയ ഗോളാണ് മാത്യു കുനിയ രണ്ടാമത്തെ ഗോളായിട്ട് മാറ്റിയതെന്നും എടുത്തു പറയേണ്ടതാണ്. എവിടെയാണ് ബ്രസീലിന് പിഴച്ചതെന്ന് പറയാം. ആദ്യ പകുതിയിൽ കണ്ട ആക്രമണാത്മക ഫുട്ബോൾ രണ്ടാം പകുതിയിൽ ഹെയ്ത്തി പ്രതിരോധത്തിൽ വരുത്തിയ ചില മാറ്റങ്ങളിലൂടെ അവരുടെ ആക്രമണ നിര പിറകോട്ട് വരികയും ബാക്ക് പാസുകൾ നൽകി കളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ മത്സരത്തിലെ ഒരു ഡ്രോബാക്കായിട്ട് തോന്നിയത്. 90 മിനിറ്റും ഒരേപോലെ കളിക്കുന്ന ടീമിന് മാത്രമേ ഒരു ലോക ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ ഫൈനൽ വരെ എത്താമെങ്കിലൊക്കെ കഴിയൂ എന്നുള്ളത് ബ്രസീൽ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്നാണ് പറയാനുള്ളത്. ഇനി അവരുടെ കളിക്കാരും അതുപോലെ ശൈലിയിലേക്കും വന്നു കഴിഞ്ഞാൽ പ്രതിരോധത്തിൽ ഏറ്റവും നന്നായിട്ട് കളിച്ചത് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഡാനിലോ തന്നെയാണ്. ഡാനിലോ പ്രതിരോധിക്കുന്നതിലും ബോൾ കൊടുക്കുന്നതിലും വളരെ ശ്രദ്ധിച്ചു. ജർമ്മനിയെ പോലുള്ള ടീമുകളുടെ ഒരു കില്ലർ ഇൻസ്റ്റിക്റ്റ്, അതായത് ചെറിയ ടീമുകളോട് കളിക്കുമ്പോഴുള്ള ആ ഒരു കില്ലർ ഇൻസ്റ്റിക്റ്റ് ഉണ്ടല്ലോ, അത് ബ്രസീലിൽ കണ്ടില്ല എന്നുള്ളതാണ് ഈ കളിയിലെ മറ്റൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പ്രതിരോധത്തിൽ തിളങ്ങിയ മറ്റൊരു താരം ബ്രമറാണ്. ബ്രമർ വളരെ ശാന്തതയോടുകൂടി കൃത്യമായ പൊസിഷനിങ്ങിനോട് കൂടി കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത്. റീബൗണ്ടുകൾ സൃഷ്ടിക്കപ്പെട്ടില്ല, അതായത് തൻ്റെ കയ്യിൽ നിന്ന് ഒരു ബോൾ പോലും റീബൗണ്ട് ചെയ്യാതെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ ഗിമാറസാണ് ഏറ്റവും നന്നായിട്ട്